സംസ്ഥാനത്ത് നാളെ ഹർത്താൽ. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഹർത്താൽ. നിരവധി സംഘടനകൾ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നാളെ ഹർത്താൽ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഹർത്താൽ നടത്തുന്നത്. മരണത്തിൽ അട്ടിമറി ആരോപിച്ചും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടും സംസ്ഥാന വ്യാപകമായ ഹർത്താലാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹർത്താൽ ബന്ദായി മാറുമെന്നും എല്ലാവരും സഹകരിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ നടന്ന പ്രസ് ക്ലബ്ബിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടന്നത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് സംസ്ഥാനത്ത് ഹർത്താൽ ഉണ്ടാവുക. ഹർത്താൽ ബന്ദായി മാറുന്ന സാഹചര്യമുണ്ടായാൽ KSRTC, സ്വകാര്യ ബസ്സുകൾ എന്നിവ നിരത്തിലിറങ്ങാനും സാധ്യത കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. ഓട്ടോറിക്ഷകളും ടാക്സികളും സർവീസ് നടത്തില്ലെന്നും വിവിധ യൂണിയനുകൾ അറിയിച്ചിട്ടുണ്ട്. ഇത് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടവരെയും റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടവരെയും സാരമായി ബാധിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അത്യാവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളൊഴികെ ബാക്കി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കാനും സാധ്യത കൂടുതലാണ്. ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹകരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ വിപണികളും പൂർണ്ണമായി നിശ്ചലമാകും. ഹോട്ടലുകൾ അടച്ചിടാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ യാത്രക്കാർക്കും വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ സൗകര്യമില്ലാത്തവർക്കും വലിയ ബുദ്ധിമുട്ട്. സർവകലാശാലകൾ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെക്കുമോ എന്ന കാര്യത്തിൽ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. പരീക്ഷാ സീസൺ ആയതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇത് വലിയ ആശങ്ക തന്നെയാണ് നൽകുന്നത്. ബാങ്കുകൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ജീവനക്കാർക്ക് ഓഫീസുകളിൽ എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായേക്കാം. യാത്രാ അസൗകര്യം കാരണം സ്വകാര്യ സ്ഥാപനങ്ങളിലും IT പാർക്കുകളിലും ഹാജർ നില കുറയാനും സാധ്യതയുണ്ട്. നിലവിൽ പാല്, പത്രം, ആശുപത്രികൾ, ആംബുലൻസ് സർവീസുകൾ, മരുന്ന് കടകൾ എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികൾക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമരം അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോകുമെന്ന കാര്യത്തിലേക്കാണ് ആക്ഷൻ കൗൺസിൽ പരിഗണനയിലുള്ളത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാനത്തുടനീളം പോലീസ് സുരക്ഷ ശക്തമാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.